നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സ് സിലബസിൻ്റെ ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ 4ാമത്തെ മൊഡ്യൂളിനകത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് വീഡിയോ ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ വീഡിയോ പ്രസൻറ്റേഷനിലൂടെ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ടോപ്പിക് ഈസ് ദ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് ആ ഭാഗത്തിൻ്റെ പേര്. ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആ വിഷയം ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് 1991 ശേഷം വന്നിട്ടുള്ള സാമ്പത്തിക മേഖലയിൽ വന്നിട്ടുള്ള പ്രമുഖമായ മാറ്റങ്ങളെയാണ് നമ്മൾ ഈ മേഖലയിൽ ചർച്ച ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നത് അറിയുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് സ്വീകരിച്ചു എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദീസ് ചേഞ്ചസ് ദാറ്റ് വി മെയ്ഡ്, ദ റാഷണൽ അല്ലെങ്കിൽ ദ റീസൺ ബിഹൈൻഡ് ദീസ് ചേഞ്ചസ്. 1991 കാലഘട്ടത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമുക്കൊരു വലിയ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആസ് വി ഓൾ നോ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. നമ്മുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ആ വ്യത്യാസത്തെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്രൈസിസ് എന്നാൽ നമ്മുടെ എക്സ്പോർട്ട് എങ്ങനെയൊക്കെ ചുരുങ്ങിപ്പോവുകയും ഇമ്പോർട്ട് വാസ് ഹെക്റ്റിക് അല്ലെങ്കിൽ ഇമ്പോർട്ടിന് വേണ്ടി ഒരുപാട് എക്സ്പെൻസസ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കരകയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇമ്പോർട്ട് ഹൈക്കായി എന്നതിന് പ്രധാനപ്പെട്ട കാരണം ഓയിൽ ക്രൈസിസ് ആണ്. ഇൻ്റർനാഷണൽ ഓയിൽ പ്രൈസിൽ ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായി. നമുക്ക് സ്വന്തമായിട്ട് എണ്ണ ഉൽപ്പാദനമില്ലാത്ത കാലത്തോളം മറ്റ് രാജ്യങ്ങൾ എണ്ണയുടെ വില കൂടുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഹെവി പ്രൈസാണ് ഇമ്പോർട്ടിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതുമാത്രമല്ല, നമുക്ക് എക്സ്പോർട്ട് പ്രധാനമായിട്ടുണ്ടായിരുന്ന USSR അല്ലെങ്കിൽ റഷ്യയിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ്, വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലുണ്ടായിരുന്ന മാർക്കറ്റുകളൊക്കെ നമുക്ക് അന്യം നിന്ന് പോയി. നമ്മുടെ എക്സ്പോർട്ട് വാസ് റെഡ്യൂസ്ഡ് 4%. ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തും ചില സംഭവ വികാസങ്ങൾ 90-91 കാലഘട്ടത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് VP സിംഗ് ഗവൺമെൻറ്റിനെ ഇല്ലാതാവുകയും പിന്നെ തുടർന്ന് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ വാസ് എ പാർട്ട്. ഇതെല്ലാം കൂടെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മറ്റ് രാജ്യത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള താല്പര്യം കുറഞ്ഞു. ദ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു നല്ല രാജ്യം എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി എന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെയർ കട്ടയിൽ അല്ലെങ്കിൽ റിഡ്യൂസ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം. മാത്രമല്ല, നമ്മുടെ റിസർവ്സ് ഇൻ IMF നമ്മളത് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമുക്കുള്ളത് ഡിക്ലൈൻ ചെയ്തു. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളെയും അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് അനുസരിച്ച് റാങ്ക് ചെയ്യുന്ന ഏജൻസീസ് ഇന്ത്യയെ വാച്ച് ലിസ്റ്റിൽ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന അത്ര സേഫ് അല്ല എന്നുള്ളൊരു ചിന്താഗതി അവർ പ്രൊവൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അളവ് കുറയുകയും ചെയ്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻകം കുറയുകയും ചെയ്തു. നമ്മുടെ ഈ എക്സ്പോർട്ടിന് മാർക്കറ്റ് ഇല്ലാതായി. പക്ഷേ അവർ ഇമ്പോർട്ട് കീപ്സ് ഓൺ ഇൻക്ലൈൻ. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ ഇന്ത്യ പോയ സമയത്ത് നമ്മൾ ചില മാറ്റങ്ങളിലേക്ക് വഴുതി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് എന്ന് പറയുന്നത്. 3 മാറ്റങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ബാങ്കിങ് സെക്ടർ റീഫോംസ്. സെക്കൻഡ് വൺ ഈസ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സെക്ടറിനകത്ത് വന്നിട്ടുള്ള റീഫോംസ്. തേർഡ് ഈസ് ദി എക്സ്റ്റേണൽ സെക്ടർ റീഫോംസ്. ഐ റിപ്പീറ്റ്, ബാങ്കിങ് സെക്ടറിലെ റീഫോംസ്, ക്യാപിറ്റൽ മാർക്കറ്റ് റീഫോംസ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ റീഫോംസ്. ഈ 3 മാറ്റങ്ങളാണ് പൊതുവേ നമ്മൾ ബാങ്കിങ് സെക്ടർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിനകത്തെ 1ാമത്തെ ഭാഗം എന്ന രീതിയിൽ ബാങ്കിങ് സെക്ടർ റീഫോംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബാങ്കിങ് മേഖലയിൽ എന്തുകൊണ്ട് മാറ്റങ്ങൾ വന്നു അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് കാരണമായി എന്നത് ചിന്തിക്കണം. കോവിഡ് 2019 കോവിഡ് വന്ന സമയത്ത് പോലും ബാങ്കിങ് മേഖല എസെൻഷ്യൽ, നമുക്കറിയാം നമ്മളെല്ലാം ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ പോലും ബാങ്കിങ് വാസ് മെയ്ഡ് ആൻ എസെൻഷ്യൽ സർവീസ്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇത് എസെൻഷ്യൽ സർവീസ് ആണെന്ന് ചോദിച്ചാൽ മോർ ദാൻ 80% ഓഫ് ദി ഫ്ലോ ഓഫ് മണി ഇൻ ദി ഇക്കോണമി ഡിപ്പെൻഡ്സ് ഓൺ ദി ബാങ്ക്.
ബാങ്ക് മുഖേന അല്ലെങ്കിൽ ബാങ്കിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് 80% ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിയിൽ ബാങ്കിങ് മേഖലയ്ക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിങ് സെക്ടറിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടായത്. അപ്പോൾ ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു കമ്മിറ്റി വാസ് ഫ്രെയിംഡ് അണ്ടർ എം നരസിംഹം, ഹു വാസ് എ ഫോർമർ RBI ഗവർണർ ആയിരുന്നുള്ള എം നരസിംഹം. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് പിന്നീട് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ദർ ക്യാൻ ബി ക്വസ്റ്റ്യൻസ്. ബാങ്കിങ് സെക്ടർ റീഫോംസ് മാത്രമായിട്ട് ചോദിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്, വാട്ട് ഡസ് ദിസ് റിപ്പോർട്ട് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന രീതിയിൽ അവിടുന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വി ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ, 4 മാർക്സ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട് ഓൾസോ. അപ്പം ബാങ്കിങ് സെക്ടർ റീഫോംസ് വാസ് മെയ്ഡ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അണ്ടർ ദി recommendations made by എം നരസിംഹം, ഹു വാസ് എ ഫോർമർ RBI ഗവർണർ. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ബാങ്കിങ് സെക്ടർ റീഫോംസ് എന്നത് പരിശോധിക്കുകയാണ്. റീഫോംസ് ഓരോ മേഖലയിൽ ബാങ്കുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നതിലേക്ക് പോരുകയാണ് നമ്മൾ. അതിനകത്ത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം, സ്ട്രെങ്തൻ ദ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് എത്രത്തോളം ക്യാപിറ്റൽ റിച്ച് ആയിട്ടാണ് ക്യാപിറ്റൽ ഈസ് ആൻ അസറ്റ് അല്ലേ, അതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റാണ്. അതിൻ്റെ കടം വീട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനും എത്രത്തോളം ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ട്, ആഡിക്വേറ്റ് ആണോ എന്നത് പരിശോധിക്കുന്നതാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് ഡിറ്റർമൈൻസ് ദ ബാങ്ക്സ് കപ്പാസിറ്റി ടു മീറ്റ് ദ ടൈം ലയബിലിറ്റീസ് ആൻഡ് അതർ റിസ്ക് സച്ച് ആസ് ക്രെഡിറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്സ് എക്സെട്ര. അപ്പോൾ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നത് പരിശോധന നടന്നു. തുടർന്നില്ല എങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ബാങ്കിങ് സെക്ടർ റീഫോംസിൻ്റെ ഭാഗമായിട്ട് റെക്കമെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന മെത്തേഡ് ആഡിക്വേറ്റ് ആണോ ക്യാപിറ്റൽ വെൻ കമ്പയർഡ് വിത്ത് ഇറ്റ്സ് ലയബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. അതുമാത്രമല്ല, ദ സെക്കൻഡ് ചേഞ്ച് ബാങ്കിങ് സെക്ടർ റീഫോംസ് റെക്കമെൻഡ് ചെയ്തത്, റീഫോംസ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ വാസ് ദാറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് വെയർ ടു ബി മോണിറ്റേർഡ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഇനി എന്താണ് അസറ്റുകളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം, പെർഫോമിംഗ് അസറ്റ്സ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ വരുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പെർഫോമിംഗ് അസറ്റുകളാണ്. ഉദാഹരണം പറയാം, ഒരു ബാങ്കിന് ലോൺ കൊടുക്കുമ്പോൾ ലോണിൽ നിന്ന് പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർഫോമിംഗ് ആണ്. നേരെ മറിച്ച് ഒരു ബാങ്ക് ഒരാൾക്ക് വായ്പ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല ഇൻ ദ സെൻസ് എന്താണ്, ആ അടയ്ക്കാനുള്ള ആൾ അടയ്ക്കുന്നില്ല എങ്കിൽ അത് നോൺ പെർഫോമിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അസറ്റുകൾ കിട്ടുന്നില്ല എന്നത് അല്ലെങ്കിൽ റിട്ടേണുകൾ കിട്ടുന്നില്ല എന്നത് പ്രധാനമായിട്ട് ലോണുകൾ ഒക്കെ ഒരുപാട് തിരിച്ചടവുകൾ മുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. 90 ദിവസം an asset becomes non-performing if the borrower does not pay the dues for a period of 90 days. 90 ദിവസ കാലയളവിനുള്ളിൽ അതൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് എ നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ അങ്ങനെയുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ട നടപടിക്രമങ്ങളൊക്കെ ബാങ്കിങ് മേഖല ഊർജിതപ്പെടുത്തണമെന്നതാണ് രണ്ടാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടന്റ്. മൂന്നാമത്തെ, ദർ വാസ് എൻ എൻട്രി ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ പ്രവേശിച്ചു ബാങ്കിങ് മേഖലയിലേക്ക്. പ്രധാനപ്പെട്ട നമുക്കറിയാം 1991 ശേഷം ന്യൂ ജനറേഷൻ ബാങ്ക്സ് എന്ന പേരിൽ ഒരുപാട് ബാങ്കുകളൊക്കെ ഡേറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡേറ്റ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വാസ് ആഫ്റ്റർ 1991. അപ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് ബാങ്കുകൾ തുടങ്ങാനായിട്ടുള്ള അനുവാദം കൊടുത്തു. നാലാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബാങ്കിങ് ബിസിനസ്. ബാങ്കുകൾ പണ്ട് പരമ്പരാഗതമായിട്ട് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ അതിൽ നിന്ന് മാറി ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മെർച്ചൻറ്റ് ബാങ്കിങ്, അണ്ടർ റൈറ്റിംഗ്, ലീസ് ഫിനാൻസിങ്, ഇൻഷുറൻസ് ഒക്കെ ബാങ്കുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് ബ്രോക്കറേജ് എക്സെട്ര ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ ബാങ്കുകൾക്ക് പ്രവേശിക്കാനായിട്ട്
കൊടുക്കാനായിട്ടുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. ബാങ്കുകൾക്ക്, അടുത്ത പോയിന്റിലേക്ക് വരുന്നത്, ബാങ്കുകൾക്ക് ഫണ്ട് കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടി SLRൻ്റെ അളവും CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇതിൻ്റെയൊക്കെ അളവിൽ ഗണ്യമായിട്ടുള്ള ഒരു റിഡക്ഷൻ വാസ് മെയ്ഡ്, ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പം CRRും SLRും കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാങ്കുകൾക്ക് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് ഓഫ് മണി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു ചേഞ്ച് ഇവർ റെക്കമെൻഡ് ചെയ്തത് റിഡക്ഷൻ ഓഫ് SLR ആൻഡ് CRR. അടുത്തൊരു പോയിന്റ്, ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ പ്രിവിലേജ് വാസ് ഗിവൺ ടു ദ ബാങ്ക്സ്. ബാങ്കുകൾക്ക് ഒരു ചെറിയ ഒരു അറേഞ്ച്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ്, അവർക്ക് തന്നെ ഇൻറ്റേർണലായിട്ട് ചെറിയ ചേഞ്ചസ് കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമഭാഗം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. പുതിയ അബോളിഷൻ ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ്, പുതിയതായിട്ട് ബ്രാഞ്ച് തുടങ്ങാനുള്ള ലൈസൻസിങ് ഉണ്ടായിരുന്നു. പണ്ട് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. ഫ്രീഡം ടു ക്ലോസ് ഓർ മെർജ് ബാങ്കുകൾ മെർജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കുറച്ചും കൂടെ മെർജ് ചെയ്യുന്നതിനൊക്കെ അനുവാദം കൊടുത്തു. സ്റ്റാർട്ട് ചെയ്യാം ഉള്ള അനുവാദങ്ങളൊക്കെ ബാങ്കിങ് മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഇൻ റൂറൽ ഏരിയ കുറച്ചും കൂടെ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും ബാങ്കുകൾക്ക് തുറക്കാനും അടയ്ക്കാനായിട്ട് ബ്രാഞ്ചസ് കൂട്ടാനായിട്ടുള്ള അനുവാദങ്ങളൊക്കെ കൊടുത്തു. എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഓഫ് ആക്ഷൻ വാസ് ഗിവൺ. ഓക്കെ, ഫോറിൻ ബാങ്ക്സ് വെയർ അലൗഡ് ടു ഓപ്പൺ മോർ ഓഫീസസ് ഇൻ ഇന്ത്യ. ഫോറിൻ ബാങ്ക്സിനെ എൻകറേജ് ചെയ്തു. പിന്നീട് നമുക്ക് കാണാൻ അടുത്ത ചേഞ്ചസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ മെഷേഴ്സ് എന്ന പേരിൽ ബാങ്കുകളിൽ എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ബാങ്കുകളെ ചുറ്റിപ്പറ്റി നിരവധി പരാതികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പരാതികൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക് അദാലത്ത്, ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണൽസ്, അപ്പോൾ സെറ്റിൽമെൻറ്റ് അഡ്വൈസറി കമ്മിറ്റീസ്, ഇങ്ങനെ നിരവധി കമ്മിറ്റികളൊക്കെ ഫോം ചെയ്തു. ബാങ്കുകളുടെ ഒക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ was as the apex supervisory authority for commercial banks. അപ്പോൾ ബാങ്കുകളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 1994 പുതിയൊരു സംഘടന രൂപീകൃതമായി. ഇനി അടുത്തൊരു വാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് വരുന്നത് ബാങ്കുകൾക്ക് കൺസോർഷ്യം ലെൻഡിങ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. കൺസോർഷ്യം ലെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു, ബാങ്കിന് ആവശ്യത്തിന് ഫണ്ട് ഇല്ല എങ്കിൽ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് വലിയൊരു തുകയാണ് ലോണായിട്ട് വേണ്ടത്, 1 കോടി രൂപ വേണം. ബാങ്ക് തൽക്കാലം പറയണം നിങ്ങൾക്ക് അത് തരാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. കൺസോർഷ്യം ലെൻഡിംഗ് എന്ന് പറഞ്ഞാൽ 2-3 ബാങ്കുകൾ ചേർന്ന് വേണമെങ്കിൽ ഒരുമിച്ച് ഈ ഒരു ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ബാങ്ക്സ് വെർ പെർമിറ്റഡ് ടു ലെൻഡ് ത്രൂ കൺസോർഷ്യം ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ലാർജ് ബോറോവേഴ്സ്. ദിസ് ഈസ് കോൾഡ് കൺസോർഷ്യം ലെൻഡിങ്. അപ്പോൾ അതിനുള്ള അനുവാദങ്ങളൊക്കെ കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തു. ബാങ്കുകൾ അവരുടെ ഇൻഫോർമേഷൻസ് ഒക്കെ ആളുകൾക്ക് ഷെയർ ചെയ്യണമെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വന്നു. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് in 1995 to solve the grievance of the public against the banks. ഓംബുഡ്സ്മാൻ സ്കീം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓംബുഡ്സ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള അതോറിറ്റിയാണ് ഓംബുഡ്സ്മാൻ സ്കീം. അപ്പം ബാങ്കിങ് മേഖലയിലെ ഗ്രീവിയൻസസിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു അദ്ദേഹം വഴിയായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെയൊക്കെ ഗ്രീവിയൻസസ് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഇയർ 1995. അപ്പോൾ ഇത്രയേറെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഇത്രയേറെ ചേഞ്ചസ് വെയർ മെയ്ഡ് ആസ് പാർട്ട് ഓഫ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് ഇൻ ബാങ്കിങ് സെക്ടർ. അപ്പം 1991 ശേഷം ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് പരിശോധിക്കാൻ ചിലപ്പോൾ പറയും. ഇമ്പാക്റ്റ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും മാറ്റങ്ങളെല്ലാം 1991 ശേഷം എനാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ ബാങ്കിങ് മേഖലയിൽ 1991 ശേഷം വന്നു. ഇനി രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് റീഫോംസ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ നേരത്തെ തന്നെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഒക്കെ ആയിട്ട് തരംതിരിച്ചു. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഷെയർസിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടതാണ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ് വീണ്ടും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ എന്തായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്നതാണ് ഒന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്തുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് കാരണമായി. അപ്പം ഒരുപാട് ബ്രോക്കർമാർ കയറി നിരങ്ങിയിരുന്ന ഒരു സ്ഥലമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നോ ഇൻസ്പെക്ഷൻ, റെഗുലറായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഗ്യാമ്പിളിങ്, ചൂതാട്ടങ്ങൾ ഇതിൻ്റെ മേഖലയിൽ നടന്നു. നമുക്ക് തന്നെ ഇപ്പോഴും ആണെങ്കിൽ പോലും ഇത്രയേറെ വർഷങ്ങളായിട്ട് സെബി ഇത്ര സ്ട്രോങ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നിട്ട് പോലും ഇപ്പോഴും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു ഊഹക്കച്ചവടങ്ങളിലുള്ള ഒരു മേഖലയിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ അതിനൊരു ഭയത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വെയർ സീൻ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇത്രയേറെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ
ക്യാപിറ്റൽ മാർക്കറ്റിലും റീഫോംസ് വെയർ മെയ്ഡ് ആഫ്റ്റർ 1991, 1991 ശേഷം ഈ മേഖലയിൽ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ അറിയാം സെബി എന്ന് പറയുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, സെബി അല്ലേ. അപ്പോൾ സെബി എന്ന് പറയുന്ന അതോറിറ്റി വാസ് മെയ്ഡ് അല്ലെങ്കിൽ റീഎസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988 ആണ്. ഓക്കെ, പക്ഷേ 1992 സെബിക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരമമായിട്ടുള്ള അധികാരം. ഇറ്റ് വാസ് മെയ്ഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഇൻ ദി ഇയർ 1992. അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നൊരു സ്ഥാപനം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് മോണിറ്റർ ചെയ്തിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ, CCI എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥാപനം ഇല്ലാതായി എന്നതാണ് ഒന്നാമത്തെ. 1992 CCI വാസ് അബോളിഷ്ഡ്. It was replaced by the SEBI Act of 1992, which gave SEBI as the ultimate authority അല്ലെങ്കിൽ autonomy status in terms of അല്ലെങ്കിൽ in connection with the capital market transactions. ഓക്കെ, ഇനി ഇഷ്യൂ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള മാർക്കറ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് ഒരു ഷെയറിൻ്റെ മൂല്യം തീരുമാനിക്കാനായിട്ടുള്ള അതോറിറ്റി ഇറ്റ് വാസ് ഗിവൺ. ഇഷ്യൂ പ്രൈസിങ് ഈസ് അലൗഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വിൽക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷെയറിൻ്റെ മൂല്യം തീരുമാനിക്കാനായിട്ട് ഉള്ള അനുവാദം കൊടുത്തു. നേരത്തെയൊക്കെ ഒരുപാട് ഷെയർ മാർക്കറ്റിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻസ് ഓൺ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. പ്രൈമറി മാർക്കറ്റിനകത്ത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് റൈറ്റ്സ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, ഇപ്പോൾ ഇതൊക്കെ നേരത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കളഞ്ഞു. ദ റിക്വയർമെൻറ്റ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് a par value of ₹10 and ₹100 was withdrawn. This gives the company the freedom to determine the fixed value per share. ഒക്കെ നേരത്തെയൊക്കെ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത സമയത്ത് 10, 20, 10ൻ്റെ ഗുണങ്ങൾ 100 ഇങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ മാറ്റങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ഗേവ് ഫ്രീഡം ടു ഡിറ്റർമൈൻ ദി വാല്യൂ പെർ ഷെയർ അവർക്ക് തന്നെ. ഇനിയും ഒരു ചേഞ്ച് കൂടെ വന്നത് അണ്ടർ റൈറ്റിംഗ് എന്ന ഒരു വാക്കാണ്. അണ്ടർ റൈറ്റിംഗ് നമുക്കറിയാം, അത് അണ്ടർ റൈറ്റിംഗ് ഈസ് ദി ബാക്കിംഗ് അപ്പ് ഓഫ് എ ഷെയറിൽ. ഞാനൊരു പുതിയ സ്ഥാപനവുമായി വന്നാൽ അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ടുണ്ടാകുന്ന സ്ഥാപനങ്ങളാണ് അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അണ്ടർ റൈറ്റ് ചെയ്യുന്ന അണ്ടർ റൈറ്റേഴ്സ് ചാർജ് ഹെവി പ്രൈസ് അല്ലേ. ചിലപ്പോൾ എൻ്റെ സ്ഥാപനത്തിന് 50% ആയിരിക്കാം പ്രോഫിറ്റ് ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കമ്മീഷൻ ഡിമാൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്യൂ ബിക്കംസ് കോസ്റ്റ്ലി. ഓക്കെ, അപ്പോൾ ഇഷ്യൂവിൻ്റെ കോസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെബി ഇൻ ദി ഇയർ ആഫ്റ്റർ 1991 ഹാസ് മെയ്ഡ് അണ്ടർ റൈറ്റിംഗ് ഓപ്ഷണൽ. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അണ്ടർ റൈറ്റിംഗ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ഥാപനം വേണമെങ്കിൽ. ഇല്ല എങ്കിൽ അണ്ടർ റൈറ്റിംഗ് വേണ്ട. ഓക്കെ, ഇനിയും സ്റ്റാർട്ടിങ് ഇൻ 1994 ഓക്കെ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പോവാണ്. പ്രധാനമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഇന്ത്യയിലൊന്നും നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഇയർ ഓഫ് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ, ഇയർ ഓഫ് സ്റ്റാർട്ടിങ് മാത്രമല്ല അത് ഏത് വർഷമാണ്, അത് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ലോഞ്ച് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ majority of the stock exchanges in India was established after 1991. പ്രധാനപ്പെട്ട മിക്ക സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ 1994 ആസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം. ഇത് കൂടാതെ തന്നെ മൊബൈൽ വഴിയുള്ള ട്രേഡിംഗ്, ഓൺലൈൻ മുഖേനയുള്ള ട്രേഡിംഗ്, ഇതെല്ലാം 1991 ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അതാ നെക്സ്റ്റ് പോയിന്റിൽ വന്നിട്ടുള്ള ഇൻ്റർനെറ്റ് ട്രേഡിംഗ് ആൻഡ് മൊബൈൽ ബേസ്ഡ് ട്രേഡിംഗ് ഇൻ ഓൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വെർ പെർമിറ്റഡ് ആഫ്റ്റർ 1991. ഓക്കെ, ദ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അടുത്ത പോയിന്റ്, വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ വൻതോതിൽ സ്വീകരിക്കാൻ തുടങ്ങി. പണ്ടൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, വിദേശത്തു നിന്ന് ഇത്ര ശതമാനത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ വേണ്ട, കാരണം നമ്മുടെ ഷെയറുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ വിദേശ ഓണർഷിപ്പിലേക്ക് മാറും എന്നതുകൊണ്ട് തന്നെ we did not prefer foreign investors beyond a limit. ഒരു ലിമിറ്റിനപ്പുറം നമ്മൾ അവരെ സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ after in 1992 Indian equity market was open to investment by foreign institutional investment. Okay, അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് നമുക്ക് വേണമെങ്കിലും വിദേശത്തു നിന്ന് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഡിബെഞ്ചർ വഴികളായിട്ട് അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ ഇറക്കി വേണമെങ്കിൽ പണം സ്വീകരിക്കാം. അങ്ങനെയുള്ള കുറേ കടപ്പത്രങ്ങളുടെ പേരാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, GDR എന്നറിയപ്പെടുന്നു, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് ആൻഡ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കടപ്പത്രങ്ങൾ മുഖേന അല്ലെങ്കിൽ പേപ്പേഴ്സ് മുഖേന വി ക്യാൻ കളക്ട് മണി ഫ്രം ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്
ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എല്ലാം 1991 ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഷോർട്ടർ ട്രേഡ് സൈക്കിൾ ആൻഡ് കമ്പൽസറി റോളിംഗ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിലെ സെറ്റിൽമെൻ്റ് ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. T+2 സെറ്റിൽമെൻറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് കമ്പൽസറി രണ്ടാമത്തെ ദിവസം ട്രേഡിംഗ് ഡേ പ്ലസ് സെക്കൻഡ് ഡേയിൽ സെറ്റിൽ ചെയ്യണം. ഇതിനെയാണ് റോളിംഗ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് വേണമെന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നത് 1991 ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. സെബി നേരത്തെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് നോക്കുന്നതോടൊപ്പം തന്നെ സെബിയുടെ ഫങ്ഷൻസ് കുറച്ചും കൂടെ എൻലാർജ് ചെയ്തു. മർച്ചൻറ്റ് ബാങ്കേഴ്സ് വെയർ മോണിറ്റേർഡ്, മ്യൂച്വൽ ഫണ്ട്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാ ബ്രോക്കർമാരെയും നിരീക്ഷിക്കാനായിട്ടുള്ള ചുമതല സെബി ഏറ്റെടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഡെപ്പോസിറ്ററീസ് അല്ലെങ്കിൽ ഡീമെറ്റീരിയലൈസേഷൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഓൺലൈൻ മുഖേന ഉള്ള ഷെയർ മാർക്കറ്റിൻ്റെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ എലിമിനേറ്റ് ചെയ്ത് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏജൻറ്റുമാർ ഡെപ്പോസിറ്ററി, പാർട്ടിസിപ്പൻ്റ്, ഡെപ്പോസിറ്ററീസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു എന്നൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കാൻ ഡെപ്പോസിറ്ററി ആക്ട് വാസ് പാസ്ഡ് ഇൻ 1996. 2 നാഷണൽ ലെവൽ ഡെപ്പോസിറ്ററീസ് വെയർ എസ്റ്റാബ്ലിഷ്. നമുക്ക് ഇന്ത്യയിൽ 2 നാഷണൽ ലെവൽ ഡെപ്പോസിറ്ററീസ് വെയർ എസ്റ്റാബ്ലിഷ്. ഇതെല്ലാം 1991 ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റമാണ്. NSDL ആൻഡ് CDSL വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദിസ് ഹെൽപ്സ് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ട്രാൻസ്ഫർ ഓഫ് ഡീമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ബുക്ക് എൻട്രി ഫോംസ്. The next recommendation was that stock exchanges were demutualized. A demutualized stock exchange is owned and managed by shareholders, not brokers. ബ്രോക്കേഴ്സിനെ മാറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രധാനമായിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയത് 1991 ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇനി മൂന്നാമത്തെ ഹെഡിങ്ങിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് 2 ചേഞ്ചസ്. ഒന്ന്, ഫസ്റ്റ് വൺ വാസ് one banking sector reforms, the second one was നമ്മൾ കണ്ടിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് റീഫോംസ്. എക്സ്റ്റേണൽ സെക്ടർ റീഫോംസ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ സമീപനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് എക്സ്റ്റേണൽ സെക്ടർ റീഫോംസ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ 91 ശേഷം 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏത് കൊച്ചുകുട്ടിക്കും അറിയാമെന്നത് പറയുന്നത് പോലെ അറിയാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലേ. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ്, പെർമിറ്റുകളൊക്കെ വെട്ടിക്കുറയ്ക്കുന്നതാണ് ലിബറലാക്കുക. പ്രൈവറ്റ് കമ്പനീസിനെ നമ്മളെ എഫേർട്ട് അല്ലെങ്കിൽ അവരെ മോർ എൻകറേജ് ചെയ്യുന്നു എന്നതാണ് ലിബറലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രൈവറ്റൈസേഷൻ. ഗ്ലോബലൈസേഷൻ, ഫോറിൻ ഫേംസിനെ നമ്മൾ കൂടുതലായിട്ട് ക്ഷണിച്ചു എന്നതാണ്. അത് പ്രധാനപ്പെട്ട 1991 ശേഷം വന്ന ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മാറ്റങ്ങളാണ് എക്സ്റ്റേണൽ സെക്ടർ റീഫോംസിനകത്ത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ലിബറലൈസേഷൻ ഹാസ് ഡൺ അവേ വിത്ത് ലൈസൻസ് രാജ്. പണ്ട് ലൈസൻസ് വാസ് കമ്പൽസറി. ഇന്ന് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് മേഖലയിലൊക്കെ ഒരുപാട് ലൈസൻസിൻ്റെ പുറകെയുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ ഒരുപാട് എടുത്തു കളഞ്ഞു. മാത്രമല്ല, അപ്രൂവൽ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഗിവൺ ഇൻ മെനി സെക്ടേഴ്സ്. വിദേശത്തു നിന്നുള്ള ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് നിക്ഷേപിക്കാനായിട്ടുള്ള അവസരങ്ങൾ തുറന്നു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെഡ്യൂസിങ് ടാരിഫ്സ് ഫോർ ആൻ ആവറേജ് ഓഫ് 85% to 25%. വലിയ ടാരിഫ് റേറ്റ് ഉണ്ടായിരുന്നു. അതിർത്തികൾ കടന്ന് സാധനങ്ങൾ കൈമാറ്റുമ്പോൾ ഈടാക്കുന്ന തുകയാണ്, പെർസെൻറ്റേജിനെയാണ് നമ്മൾ ടാരിഫ് എന്ന് പറയുന്നത്. അതിനകത്ത് വലിയൊരു ചേഞ്ച് വന്നു. 85 to 25% കുറച്ചു. അപ്പം അടുത്ത ചേഞ്ച്, ഇന്ത്യൻ കമ്പനീസ് വെയർ അലൗഡ് ടു റേസ് ക്യാപിറ്റൽ ഫ്രം ഫോറിൻ മാർക്കറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫോറിൻ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് കടപ്പത്രങ്ങൾ മുഖേന നമ്മൾ GDR എന്നും ADR എന്നൊക്കെ പറഞ്ഞ് കടപ്പത്രങ്ങൾ മുഖേന നമ്മൾ ഫോറിൻ ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇന്ത്യൻ റുപ്പി വാസ് മെയ്ഡ് കൺവേർട്ടബിൾ ഓൺ കറണ്ട് അക്കൗണ്ട്, കൺവേർട്ട് ഡൊമസ്റ്റിക് കറൻസി ഇൻ ടു എനി ഫോറിൻ കറൻസി. അപ്പോൾ നമ്മുടെ കറൻസി ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രേഡ് എന്നാണ്. നമ്മുടെ കറൻസി ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രേഡ്. ഇറ്റ് വാസ് ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു എനി അതർ ഫോറിൻ കറൻസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ പ്രധാനമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് നമുക്കൊരു അടുത്ത ചേഞ്ച്. ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. FEMA വാസ് എനാക്റ്റഡ് ബൈ റിപ്പീലിംഗ് FERA. ഓക്കെ,
നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു ആക്ടിൻ്റെ പേര് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റാണ്, 1973 ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത് പ്രധാനമായിട്ട് വിദേശത്തുള്ള ഫണ്ടുകളെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള ആക്റ്റായിരുന്നു. ഇതിനെ മാറ്റിയിട്ട് 2000 പുതിയ നിയമം നിലവിൽ വന്നു, ഫെമ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. പ്രധാനമായിട്ടും വിദേശ ഫണ്ടുകൾ അനുവദിക്കാം എന്നുള്ള ആക്ട് നിലവിൽ വന്നത് 2000 ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഇൻക്രീസ്ഡ്. അതിൻ്റെ ഷെയറുകൾ 40 മുതൽ 51 വരെ ഇൻക്രീസ് ചെയ്തു. ചില മേഖലയിൽ 100% വിദേശ കമ്പനികളെ നമ്മൾ പ്രിഫർ ചെയ്തു. ഓക്കെ, നേരത്തെ ലാസ്റ്റ് പോയിന്റ് വാസ് ഓൾറെഡി ഡിസ്കസ്ഡ്. Indian companies have been allowed to raise capital from international capital markets. GDR മുഖേന ADR മുഖേനയൊക്കെ നമുക്ക് വിദേശത്തു നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കാനായിട്ട് പറ്റും. അപ്പം പ്രധാനമായിട്ട് നമ്മൾ 3 മാറ്റങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് എന്നത് ലോങ് എസ്സേ ചോദിക്കാം. അപ്പം 3 റീഫോംസിനെ കുറിച്ച് നിങ്ങൾ മുഴുവനായിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഇനി ഷോർട്ട് എസ്സേ ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഐദർ ബാങ്കിങ് സെക്ടർ റീഫോംസ് ഓർ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ ചോദിക്കാം. 2 ക്യാപിറ്റൽ മാർക്കറ്റ് റീഫോംസിൻ്റെ മാത്രമായിട്ട് ചോദിക്കാം, ഓർ എക്സ്റ്റേണൽ സെക്ടർ റീഫോംസ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പം ദീസ് ആർ ദി പാർട്ട് ദാറ്റ് വാസ് ഡിസ്കസ്ഡ്. ഓക്കെ, താങ്ക് യു.